നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. ജ്യോതിഷത്തിൽ ശനിദേവനെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ പലർക്കും വലിയ പേടിയാണ്. ശനി എന്നാൽ കഷ്ടപ്പാടുകളുടെയും ദുരിതങ്ങളുടെയും ദൈവമാണെന്ന് പലരും തെറ്റായി വിചാരിക്കാറുണ്ട്. എന്നാൽ ശനിദേവൻ ഒരു നീതിപാലകനാണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് അല്ലെങ്കിൽ കർമ്മങ്ങൾക്കനുസരിച്ചുള്ള ഫലം നൽകുന്ന ഒരു അധ്യാപകനെ പോലെയാണ്. തെറ്റ് ചെയ്യുന്നവരെ തിരുത്തുകയും നന്നായി അധ്വാനിക്കുന്നവരെ അനുഗ്രഹിക്കുകയുമാണ് അദ്ദേഹം ചെയ്യുന്നത്. പ്രത്യേകിച്ച് കണ്ടകശനി, ഏഴരശനി തുടങ്ങിയ കാലഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്നവർക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും ചിലപ്പോൾ പ്രതിസന്ധികളും അനുഭവപ്പെടാം. ഇത്തരം സമയങ്ങളിൽ പേടിച്ചു മാറി നിൽക്കാതെ ശനിദേവനെ പ്രീതിപ്പെടുത്താനും ദോഷഫലങ്ങൾ കുറയ്ക്കാനും നമുക്ക് ചെയ്യാവുന്ന ലളിതമായ ചില കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ശനിദേവനെ കർമ്മഫലദാതാവ് എന്നാണ് വിളിക്കുന്നത്. അതായത് നമ്മൾ ചെയ്യുന്ന ജോലികളോടും ജീവിതത്തോടും എത്രത്തോളം ആത്മാർത്ഥത കാണിക്കുന്നുവോ അതിനനുസരിച്ചാണ് ഫലം നൽകുന്നത്. അച്ചടക്കമില്ലാത്ത ഒരു ജീവിതം നയിക്കുന്നവർക്ക് ഏഴരശനി കാലഘട്ടം കഠിനമായി തോന്നാം. എന്നാൽ സ്വയം നിയന്ത്രിക്കാനും ജീവിതത്തിൽ ഒരു കൃത്യനിഷ്ഠ കൊണ്ടുവരുവാനും തയ്യാറായാൽ ശനിദേവൻ നിങ്ങളെ വലിയ വിജയങ്ങളിലേക്ക് നയിക്കും. ഇതിനായി പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നവരെ ശനിദേവൻ എപ്പോഴും അനുഗ്രഹിക്കും. രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് എഴുന്നേൽക്കുന്നത് മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകും. ഇത് നിങ്ങളുടെ ദിവസം പോസിറ്റീവായി തുടങ്ങുവാൻ സഹായിക്കുന്നു. അലസത വെടിഞ്ഞ് നേരത്തെ എഴുന്നേൽക്കുന്നത് തന്നെ ശനിദോഷത്തിനുള്ള വലിയൊരു പരിഹാരമാണ്. പലർക്കുമുള്ള ഒരു ശീലമാണ് ഇത് പിന്നെ ചെയ്യാമെന്ന് കരുതി ജോലികൾ മാറ്റിവെക്കുന്നത്. ഏഴരശനി സമയത്ത് ഇത്തരം മടി കാണിക്കുന്നത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കും. ചെയ്യാനുള്ള കാര്യങ്ങൾ അപ്പോൾ തന്നെ കൃത്യമായി ചെയ്തു തീർക്കണം. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടാതെ അവ ധൈര്യപൂർവം ഏറ്റെടുക്കുന്നത് ശനിദേവനെ പ്രീതിപ്പെടുത്താൻ സഹായിക്കും. കുറുക്കുവഴികളിലൂടെ വിജയിക്കാൻ ശ്രമിക്കുന്നവരെയല്ല, മറിച്ച് വിയർപ്പൊഴുക്കി പണിയെടുക്കുന്നവരെയാണ് ശനിദേവൻ തുണയ്ക്കുന്നത്. നിങ്ങളുടെ ജോലി എന്തു തന്നെയായാലും അത് പൂർണ്ണമായ സമർപ്പണത്തോടെയും സത്യസന്ധതയോടെയും ചെയ്യുക. കഠിനാധ്വാനം ചെയ്യാൻ മടി കാണിക്കാത്തവർക്ക് ശനിദേവൻ ഒരിക്കലും ഒരു പേടി സ്വപ്നമാകില്ല. അനാവശ്യമായി സംസാരിക്കാതിരിക്കുക, മറ്റുള്ളവരെ കുറിച്ച് മോശമായി പറയാതിരിക്കുക എന്നിവയും അച്ചടക്കത്തിന്റെ ഭാഗമാണ്. ശനിദേവനെ ഭക്തിയോടെ ആരാധിക്കുന്നതിനേക്കാൾ അദ്ദേഹം പ്രാധാന്യം നൽകുന്നത് നമ്മുടെ സഹജീവികളോടുള്ള പെരുമാറ്റത്തിനാണ്. ജ്യോതിഷപ്രകാരം സമൂഹത്തിലെ താഴെത്തട്ടിലുള്ളവർ, കഠിനാധ്വാനം ചെയ്യുന്ന തൊഴിലാളികൾ, നിരാലംബർ എന്നിവരുടെ പ്രതിനിധിയായാണ് ശനിദേവനെ കണക്കാക്കുന്നത്. അതിനാൽ അവരെ സേവിക്കുന്നതും സഹായിക്കുന്നതും ശനിദേവന് നേരിട്ട് ചെയ്യുന്ന പൂജയ്ക്ക് തുല്യമാണ്. ഏഴരശനി കാലത്ത് നമ്മൾ എത്രത്തോളം കാരുണ്യം കാണിക്കുന്നുവോ അത്രത്തോളം ആ കാലഘട്ടത്തിന്റെ ദുരിതങ്ങൾ കുറയും. ഇതിനായി നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ വീട്ടിലോ ഓഫീസിലോ ജോലിക്ക് വരുന്നവർ, ശുചീകരണ തൊഴിലാളികൾ, സെക്യൂരിറ്റി ഗാർഡുകൾ എന്നിവരോട് ഒരിക്കലും തറപ്പിച്ച് സംസാരിക്കുകയോ അവരെ അപമാനിക്കുകയോ ചെയ്യരുത്. സമൂഹത്തിന്റെ കണ്ണിൽ അവർ ചെയ്യുന്ന ജോലി ചെറുതാണെന്ന് കരുതി അവരെ താഴ്ത്തിക്കെട്ടുന്നത് ശനിദേവന്റെ അനിഷ്ടത്തിന് കാരണമാകും. ഇത്തരത്തിൽ ജോലി ചെയ്യുന്നവരോട് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും സംസാരിക്കുക. തൊഴിലാളികളുടെ വിയർപ്പുണങ്ങുന്നതിന് മുൻപ് അവരുടെ കൂലി നൽകണമെന്നാണ് പറയപ്പെടുന്നത്. അവരുടെ ശമ്പളം മനഃപൂർവ്വം വൈകിപ്പിക്കുകയോ അർഹമായ തുക നൽകാതിരിക്കുകയോ ചെയ്യുന്നത് വലിയ ദോഷമാണ്. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അവർക്ക് ചെറിയ ബോണസുകളോ ഉത്സവകാലങ്ങളിൽ വസ്ത്രങ്ങളോ ഭക്ഷണ സാധനങ്ങളോ നൽകി സഹായിക്കുന്നത് അവരുടെ മനസ്സിൽ സന്തോഷം നിറയ്ക്കും. വഴിയിൽ കാണുന്ന കാഴ്ചയില്ലാത്തവർ, അംഗപരിമിതർ, വയോധികർ എന്നിവരെ സഹായിക്കുന്നത് ശനിദോഷത്തിനുള്ള വലിയൊരു പരിഹാരമാണ്. നിങ്ങളുടെ കയ്യിലുള്ള അധികമായ കാര്യങ്ങൾ, ഉദാഹരണത്തിന് പഴകിയതല്ലാത്ത വസ്ത്രങ്ങൾ, പുസ്തകങ്ങൾ എന്നിവ ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകുക. മറ്റൊരാളുടെ കണ്ണീരൊപ്പാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ നീക്കാൻ ശനിദേവൻ വഴിയൊരുക്കും. ചുരുക്കത്തിൽ മാനവസേവ മാധവസേവ എന്ന തത്വം ശനിദേവന്റെ കാര്യത്തിൽ 100% ശരിയാണ്. നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്നവരുടെയും സമൂഹത്തിലെ പാവപ്പെട്ടവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും നിങ്ങൾക്ക് ലഭിച്ചാൽ ഏഴരശനിയുടെ കാഠിന്യം വളരെ വേഗത്തിൽ കുറയുകയും ശനിദേവൻ നിങ്ങളിൽ പ്രസന്നനാവുകയും ചെയ്യും.
ശനിദോഷ കാലഘട്ടം എന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരു പരീക്ഷാകാലം പോലെയാണ്. ഈ സമയത്ത് നമ്മുടെ മനസ്സിനും ശരീരത്തിനും നല്ല ഊർജവും വ്യക്തമായ ചിന്താഗതിയും ആവശ്യമാണ്. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് ഈ ഊർജത്തെ നശിപ്പിക്കുകയും നമ്മളെ തെറ്റായ വഴിയിലേക്ക് നയിക്കുകയും ചെയ്യും. ശനിദേവൻ അച്ചടക്കത്തെ സ്നേഹിക്കുന്ന ദൈവമായതുകൊണ്ട് തന്നെ ലഹരി ഉപയോഗിച്ച് സ്വയം നിയന്ത്രണം നഷ്ടപ്പെടുത്തുന്നവരെ കർശനമായി തിരുത്തും. ശനിദോഷം നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തെ ഒരു ക്ഷേത്രം പോലെ ശുദ്ധമായി സൂക്ഷിക്കണം. മദ്യം, പുകയില ഉൽപ്പന്നങ്ങൾ, മറ്റ് ലഹരി മരുന്നുകൾ എന്നിവ ശരീരത്തിന്റെ ആരോഗ്യം നശിപ്പിക്കുക മാത്രമല്ല മനസ്സിനെ മന്ദീഭവിപ്പിക്കുകയും ചെയ്യുന്നു. ഈ സമയത്ത് വെജിറ്റേറിയൻ ഫുഡ് ശീലമാക്കുന്നത് മനസ്സിനെ ശാന്തമായി വെക്കാൻ സഹായിക്കും. മാംസാഹാരം ഒഴിവാക്കുന്നത് വഴി മനസ്സിനെ കൂടുതൽ ഏകാഗ്രതയോടെ പ്രാർത്ഥനകളിലും ജോലികളിലും കേന്ദ്രീകരിക്കാൻ സാധിക്കും. ലഹരി ഉപയോഗിക്കുമ്പോൾ മനുഷ്യന് തന്റെ വിവേകം നഷ്ടപ്പെടുന്നു. ഏഴര ശനിക്കാലത്ത് പലപ്പോഴും പ്രയാസം നിറഞ്ഞ സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. അത്തരം സമയങ്ങളിൽ ബുദ്ധിപൂർവം തീരുമാനങ്ങൾ എടുക്കേണ്ടതിനു പകരം ലഹരിയുടെ പുറത്തെടുക്കുന്ന തീരുമാനങ്ങൾ വലിയ വലിയ സാമ്പത്തിക നഷ്ടങ്ങൾക്കും കുടുംബ തകർച്ചയ്ക്കും കാരണമാകും. ശനിദേവൻ ആഗ്രഹിക്കുന്നത് നമ്മളെപ്പോഴും ബോധവാന്മാരായിരിക്കാനാണ്. ജ്യോതിഷപരമായി ലഹരി പദാർത്ഥങ്ങൾ രാഹുവിനെ പോലെയുള്ള ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശനിദോഷം നടക്കുമ്പോൾ ലഹരി കൂടി ഉപയോഗിക്കുന്നത് ജീവിതത്തിൽ നെഗറ്റീവ് ഊർജം വർദ്ധിക്കാൻ കാരണമാകും. ഇത് അനാവശ്യമായ തർക്കങ്ങളിലേക്കും കേസുകളിലേക്കും അപകടങ്ങളിലേക്കും നയിച്ചേക്കാം. ലഹരി ഉപേക്ഷിക്കുന്നതിലൂടെ നിങ്ങൾ കാണിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാനുള്ള തയ്യാറെടുപ്പാണ്. നിങ്ങളുടെ ഈ സമർപ്പണത്തിന് ശനിദേവൻ പ്രസന്നനാവുകയും ദോഷഫലങ്ങൾ കുറച്ച് ജീവിതം സുഗമമാക്കാൻ സഹായിക്കുകയും ചെയ്യും. തെളിഞ്ഞ മനസ്സോടെയും ആരോഗ്യവാനായ ശരീരത്തോടെയും ഈ കാലഘട്ടത്തെ നേരിട്ടാൽ നിങ്ങൾക്ക് ഏത് പ്രതിസന്ധിയും മറികടക്കാൻ സാധിക്കും. ശനിദോഷം കൊണ്ട് വലയുന്നവർക്ക് ജ്യോതിഷം നിർദ്ദേശിക്കുന്ന ഏറ്റവും വലിയ ആശ്വാസമാർഗമാണ് ഹനുമാനെ ഭജിക്കുക എന്നത്. ശനിദേവന്റെ കാഠിന്യമേറിയ പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്ന ഒരു കവചം പോലെയാണ് ഹനുമാൻ സ്വാമിയെ ആരാധിക്കുന്നത് കണക്കാക്കപ്പെടുന്നത്. ഹനുമാൻ സ്വാമിയെ ഭക്തിയോടെ ആരാധിക്കുന്നവരെയോ അദ്ദേഹത്തിന്റെ നാമം ജപിക്കുന്നവരെയോ ശനിദോഷങ്ങൾ ബാധിക്കില്ലെന്ന് ഹനുമാൻ സ്വാമിക്ക് വാക്കു നൽകിയിട്ടുണ്ട് ശനിദേവൻ. ശനിയാഴ്ചകളിൽ ഹനുമാൻ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ്. ഭയത്തെ ദൂരെ അകറ്റി ധൈര്യത്തോടും പോസിറ്റീവ് ചിന്തകളോടും കൂടി ജീവിതത്തെ നേരിടാൻ ഈ പ്രാർത്ഥനകൾ നമ്മെ സഹായിക്കുന്നു. ഹനുമാൻ സ്വാമി സങ്കടമോചകൻ എന്നാണ് അറിയപ്പെടുന്നത്. ഏഴര ശനിക്കാലത്ത് മനസ്സിനുണ്ടാകുന്ന തളർച്ച മാറ്റാൻ ഹനുമാൻ സ്വാമിയിലുള്ള അടിയുറച്ച വിശ്വാസം സഹായിക്കും. ശനിദേവൻ ഒരു അധ്യാപകനാണെങ്കിൽ ആ അധ്യാപകന്റെ പരീക്ഷകളിൽ തളരാതെ മുന്നേറാൻ ഹനുമാൻ സ്വാമി നമുക്ക് കരുത്തു നൽകുന്നു. ചുരുക്കത്തിൽ ഏഴര ശനിയുടെ കഠിനമായ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ തുണയാണ് ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം. ഭക്തിയോടെ അദ്ദേഹത്തെ സ്മരിക്കുന്ന ഭക്തനെ ശനിദേവൻ ശിക്ഷിക്കില്ല, മറിച്ച് ആ വ്യക്തിയെ വിജയങ്ങളിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. ശനിദേവനെ നാം ഭയപ്പെടുന്നത് അദ്ദേഹം ശിക്ഷിക്കുമെന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ ആരെയാണ് അദ്ദേഹം ശിക്ഷിക്കുന്നത്? അധർമ്മം പ്രവർത്തിക്കുന്നവരും മറ്റുള്ളവരെ ചതിക്കുന്നവരുമാണ് ശനിദേവന്റെ ശിക്ഷ ഏറ്റുവാങ്ങുന്നത്. ശനി എന്നാൽ ധർമ്മത്തിന്റെ കാവൽക്കാരൻ കൂടിയാണ്. നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും എത്രത്തോളം സത്യസന്ധതയുണ്ടോ അത്രത്തോളം ശനിദേവൻ നമ്മളിൽ പ്രസന്നനാകും. പ്രത്യേകിച്ച് ഏഴര ശനി കാലഘട്ടത്തിൽ ഈ കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. സത്യം വദ ധർമ്മം ചര എന്നതാണ് ശനിദേവന്റെ വഴി. നിസ്സാര കാര്യങ്ങൾക്കായി പോലും കള്ളം പറയുന്ന ശീലം ഒഴിവാക്കണം. നാം പറയുന്ന ഓരോ കള്ളവും നമ്മുടെ കർമ്മഫലത്തിന്റെ ഭാരം കൂട്ടുകയാണ് ചെയ്യുന്നത്. സത്യം പറയുന്നത് ചിലപ്പോൾ താൽക്കാലികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയേക്കാമെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ അത് നിങ്ങൾക്ക് വലിയ മാനസിക സമാധാനവും ശനിദേവന്റെ സംരക്ഷണവും നൽകും. പണത്തിനു വേണ്ടി മറ്റുള്ളവരെ ചതിക്കുന്നത് ശനിദേവൻ ഒരിക്കലും പൊറുക്കാത്ത തെറ്റാണ്. ബിസിനസ്സിൽ മായം ചേർക്കുകയോ അളവ് തൂക്കങ്ങളിൽ വ്യത്യാസം വരുത്തുകയോ ഉപഭോക്താക്കളെ തെറ്റായ വാഗ്ദാനങ്ങൾ നൽകി വഞ്ചിക്കുകയോ ചെയ്യുന്നത് വഴി നിങ്ങൾ നേടുന്ന ലാഭം ഏഴര ശനിക്കാലത്ത് ഇരട്ടിയായി നഷ്ടപ്പെടാൻ കാരണമാകും. നിങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെ നേടുന്ന ഒരു രൂപ പോലും സത്യസന്ധമായ വഴിയിലൂടെ ആയിരിക്കണം. അർഹതയില്ലാത്ത പണമോ
പദവിയോ ആഗ്രഹിക്കുന്നത് ശനിദേവന്റെ പരീക്ഷകൾക്ക് കാരണമാകും. നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്നവർക്ക് അർഹമായ കൂലി നൽകാതിരിക്കുകയോ മറ്റൊരാളുടെ പ്രയത്നത്തിന്റെ ഫലം നിങ്ങൾ കൈക്കലാക്കുകയോ ചെയ്യുന്നത് ഗുരുതരമായ കർമ്മദോഷമാണ്. ചതിയിലൂടെയും വഞ്ചനയിലൂടെയും കെട്ടിപ്പടുക്കുന്ന സാമ്രാജ്യങ്ങൾ ശനിദേവന്റെ ഒരു നോട്ടം കൊണ്ട് തകരാം. എന്നാൽ സത്യസന്ധതയുടെ അടിത്തറയിൽ പടുത്തുയർത്തുന്ന കാര്യങ്ങൾ എത്ര വലിയ കാറ്റിലും തകരില്ല. ചുരുക്കത്തിൽ ശനിദേവൻ ഒരു കണിശക്കാരനായ ഓഡിറ്ററെ പോലെയാണ്. നമ്മുടെ ജീവിതത്തിലെ ഓരോ ഇടപാടുകളും അദ്ദേഹം പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു. അവിടെ കള്ളത്തരങ്ങളില്ലെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹത്തെ ഭയപ്പെടേണ്ടി വരില്ല. സത്യസന്ധനായി ജീവിക്കുക എന്നത് ശനിദോഷത്തിനുള്ള ഏറ്റവും വലിയ പരിഹാരക്രിയ തന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ജ്യോതിഷ അറിവുകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഹരി ഓം.